ഹലോ, ഹായ്. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ഉണ്ടോ? ഇവിടെ നല്ല മഴക്കാറാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഞാൻ രാവിലെ മുതൽ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ മിക്ക ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചിട്ടാണ് കഴിക്കാറുള്ളത്. സമയം വേണ്ടേ? അപ്പോൾ എൻ്റെ സമയം കളയുന്ന ആരാ? ഇബ്ലീസാണല്ലേ. ഒന്നെങ്കിൽ കൊച്ച് ചായ കമത്തുകയോ അല്ലെങ്കിൽ തിന്നിട്ട് ചോറ് അവിടെ ഇടുകയോ അല്ലെങ്കിൽ നിസ്കാരപ്പായയിൽ കയറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കടയിൽ നിന്ന് ഹസ്ബൻഡ് വന്നാൽ പിന്നെ ചായ കൊടുക്കണ്ടേ, അല്ലെങ്കിൽ പാല് കൊടുക്കണ്ടേ. ഞങ്ങൾ പാലാണ് കൂടുതൽ കുടിക്കുന്നത്. ഇത്രയും സമയം ഞാനിപ്പോഴാണ് പാല് കുടിക്കുന്നത്. കണ്ട ഈ കുറച്ച് രാമായണം കേൾക്കാം കേട്ടോ. എപ്പോഴും വീട്ടിൽ ചക്കവറുത്ത പൊരിക്കുന്നത് നല്ലത്. കടയിൽ നിന്ന് മേടിച്ച് നമ്മളെ പറ്റിക്കും. എന്താണ് ഇതിനകത്ത് ഉപ്പ് കൂടിയത് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് മിക്സ് ചെയ്ത് തന്നു. ആഗ്രഹം മൂത്ത് ഇന്നലെ മേടിച്ചതാണ്. എപ്പോഴും നമ്മുടെ വീട്ടിൽ പൊരിക്കുന്നത് ഏറ്റവും നല്ലത്. കാര്യം ഇതിൽ വെളിച്ചെണ്ണയല്ല, ഓയിലാണ്. ഓയിലിനൊരു ടേസ്റ്റും കാണത്തില്ലല്ലേ. പോവണോ? ഓയിലിനൊരു ടേസ്റ്റും കാണത്തില്ല. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ്. വെറുതെ കനച്ച് പോകുന്നൊക്കെ പറയുന്നത്. അത് മാസങ്ങളായിട്ട് വൃത്തിയില്ലാതെ സൂക്ഷിക്കാതിരുന്നിട്ടാണ് അങ്ങനെ വരുന്നത്. ഇത് ഒരു കാശിനും കൊള്ളത്തില്ല. ആഗ്രഹം മൂത്തും മേടിച്ചാ. വെളിച്ചെണ്ണ പൊരിച്ചത് തന്നെ തരാൻ പറഞ്ഞാൽ ഓയിലിൽ പൊരിച്ച് അവർ കൊടുത്തു വിടും. അതാണ് അവസ്ഥ. എന്താ പറയുക. അപ്പം നമുക്ക് കാര്യത്തിലോട്ട് പോവാം. എല്ലാവർക്കും ടെൻഷനാണല്ലേ. എന്തുകൊണ്ടാണ്? അള്ളാഹുവിനെ വിളിക്കാത്തതുകൊണ്ട്, ദൈവത്തിനെ വിളിക്കാത്തതുകൊണ്ട്. എന്തുകൊണ്ട് വിളിക്കുന്നില്ല? കൂട്ടുകാരെയും ബന്ധുക്കാരെയും ആശ്രയിച്ച് നിൽക്കുന്നു. എന്തിന്? അള്ളാഹു നമ്മളെ കൈവിടുമോ? മന്ദബുദ്ധിയെ ജനിപ്പിച്ചിട്ടുണ്ട്, പക്ഷി മൃഗാദികളെ ജനിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരിക്കലും കൈവിടില്ല നമ്മളെ, അല്ലേ? നിങ്ങളുടെയൊക്കെ പകുതി അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഡെയിലി അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിസ്കരിക്കുന്നവരൊരിക്കലും നിസ്കാരം ഒഴിവാക്കരുത്. പ്രത്യേകിച്ച് തഹജ്ജുദ്. അപ്പോൾ ഇവിടെ ചോർച്ചയുണ്ട്. അപ്പം വെള്ളം മൂക്കിൽ തെറിച്ചതാണ്. ചെറിയ ജലദോഷത്തിൻ്റെ ലക്ഷണം. അപ്പോൾ ആവി പിടിക്കണം. ഞാൻ മെഡിസിൻ കഴിക്കാറില്ല, എനിക്കിഷ്ടമല്ല. അപ്പോൾ പറഞ്ഞു വന്നത്, പിശാച് കൂടെ ഉള്ളവർക്ക് എപ്പോഴും സങ്കടമായിരിക്കും. ദൈവത്തിനെ വിളിക്കാതെ പിശാചിൻ്റെ സോള് പ്രവർത്തിക്കുമ്പോൾ എപ്പോഴും സങ്കടമായിരിക്കും. നമ്മളെ ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും കാര്യത്തിനൊക്കെ. ദൈവം നമ്മൾ ദൈവത്തിനെ ഓർക്കാൻ ചെറിയ അസുഖമായിരിക്കും നമുക്ക് ദൈവം തരുന്നത്. പിശാച് കയറി മൂർച്ഛിച്ചിട്ട് ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുപോകും, കിടത്തും, ഒരുപാട് മരുന്നുകൾ തരും. ദൈവത്തിൻ്റെ നാച്ചുറലായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വയ്യ. അതല്ലേ ഏറ്റവും നല്ലത്, നാച്ചുറലായിട്ട്. അഞ്ച് നേരം നിസ്കരിച്ചാൽ തന്നെ ഒരു അസുഖം വരില്ല. അതിൻ്റെ കൂടെ തഹജ്ജുദും കൂടെ നിസ്കരിച്ചാൽ എന്തെങ്കിലും ശരീരം നിങ്ങളുടെ ശരീരത്തുണ്ടെങ്കിൽ അതും അള്ളാഹു എടുത്ത് കളയും. സത്യം. എനിക്ക് പക്ഷി മൃഗാദികളോടാണ് ഭയങ്കര ഇഷ്ടം. കാര്യം എൻ്റെ വോയിസ് അവർ മാത്രമേ പറയത്തുള്ളൂ സത്യമാണെന്ന്. മാഷാ അല്ലാഹ്.
അൽഹംദുലില്ലാ. അപ്പം എന്നും ദൈവത്തിനെ അള്ളാഹുവിനെ എണ്ണിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുക. പ്രാർത്ഥനയ്ക്കായിട്ടൊരു ഡെയിലി ദിവസം പ്രാർത്ഥിക്കുക. ചന്ദനത്തിരി കത്തിച്ച് വെക്കുക. വീട്ടിലെ പിശാച് ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ എപ്പോഴും സങ്കടമായിരിക്കും. എത്ര കൂട്ടുകാരുണ്ടെങ്കിലും ആ കുറച്ച് സമയത്തേക്കുള്ള സന്തോഷം മാത്രമേ നമുക്ക് വരികയുള്ളൂ. പിന്നെ നമ്മൾ സങ്കടത്തിലാണ്. അർദ്ധരാത്രി ഉറക്കം വന്നില്ലെങ്കിൽ, സങ്കടം വരുന്നുണ്ടെങ്കിൽ പോയി വിളിക്കണം ദൈവം. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും. മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും. ഏതൊരു സങ്കടവും ഇല്ലാതാക്കാനുള്ള കഴിവ് നമ്മുടെ അള്ളാഹുവിനുണ്ട്, നമ്മുടെ ദൈവത്തിനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്. നിങ്ങൾ സങ്കടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകണമെങ്കിൽ നീ ഏറ്റവും വലിയ പിശാചാണെന്ന് ഞാൻ പറയില്ല, ദൈവം പറയും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അതേ മഴ പെയ്തു. സത്യം എനിക്കെന്നും ഈ മഴ പെയ്തുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. കാര്യം ഈ ലോകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ചില മനുഷ്യരെയും. ഒരിക്കലും എൻ്റെ വ്യൂസിനെ അല്ല പറയുന്നത് കേട്ടോ. ഒരിക്കലും എൻ്റെ വ്യൂസിനെ അല്ല, നിങ്ങൾ വിചാരിക്കരുത്. കാര്യം ഞാനൊന്ന് തളർന്ന് കിടന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവർ. എത്രയാണെങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിച്ചാലും എൻ്റെ അള്ളാഹു, എൻ്റെ ദൈവം ഒരിക്കലും എന്നെ കൈവിടില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഡെയിലി തിരി കത്തിച്ച് വെക്കുക, ഡെയിലി പ്രാർത്ഥിക്കുക. പിന്നെ 5 നേരം നിസ്കരിക്കാത്തവർ 5 നേരം നിസ്കരിക്കുന്നതിനൊപ്പം നിസ്കരിക്കുമ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഇതിനു മുമ്പ് നിസ്കരിക്കാത്തതും കൂടെ ഖളാ വീട്ടുക, സുന്നത്തായിട്ട്. ഓരോ നിസ്കരിക്കുമ്പോഴത്തേക്ക് ലഹർ നിസ്കരിക്കുകയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അപ്പോൾ ഇതിനു മുമ്പ് നിസ്കരിക്കാത്തതൊക്കെ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക, നമുക്ക് പ്രതിഫലം ഉണ്ടാവും. അള്ളാഹു ഒരിക്കലും കൈവിടില്ല. നിങ്ങൾ ഇത്രയും നാൾ നിസ്കരിക്കാത്തതിൽ അള്ളാഹു നിങ്ങളോട് പരിഭവം കാണിക്കില്ല. പക്ഷേ ഒരിക്കലും മറ്റുള്ളവൻ്റെ പന്നിയിറച്ചി തിന്നരുത്. മറ്റുള്ളവൻ്റെ കുറ്റം പരദൂഷണം കേൾക്കാതിരിക്കുക. എന്നും സന്തോഷമായിട്ടിരിക്കാൻ ശ്രമിക്കുക. എന്നും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എത്ര പേര് നമ്മളെ തളർത്താൻ വന്നാലും നമ്മൾ അവരുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ആ ചിരിയിൽ ഒരിക്കലും ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. മനസ്സിലായ? പിന്നെ പറയാൻ വന്നത് എന്താണ്, പിന്നെ എന്തൊക്കെയോ പറയാൻ വന്നായിരുന്നു. അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. മുട്ട വേവിക്കുമ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തെങ്കിലും വേവിക്കണം. എല്ലാ സാധനവും, ആഹാര സാധനങ്ങളും നല്ല ശരിക്ക് വേവിച്ച് തന്നെ കഴിക്കുക. ഒരിക്കലും വേവാതെ കഴിക്കരുത്. വയറുവേദന, വയറ് നോവ്, അങ്ങനെ പല പല ഇതുണ്ടാവും. അപ്പം നിങ്ങൾ എന്നെ തോൽപ്പിച്ചാലും എൻ്റെ അള്ളാഹു എന്നെ ജയിപ്പിക്കും. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ പോകുന്നവർ അത് പിശാചിൻ്റെ കൂട്ടുകാരാണ്. പോട്ടെ, ടാറ്റ, ബൈ ബൈ, ഓക്കെ, സി.